സിംഹമാണോ? സംശയമുണ്ടോ? ചെറിയൊരു സംശയമുണ്ടോ? എന്റെ സുഹൃത്തുക്കളെ, നിന്ന നിൽപ്പിൽ വല്ല കുഴിയുണ്ടെങ്കിൽ അതിന്റെ അടിയിക്കാണ്ട് പോയി ചത്താ മതിയായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്ന തരത്തിലുള്ള പ്രസംഗമാണ് നടക്കുന്നത്. മോഹൻ കുന്നുമ്മൽ VC ആണ്, വൈസ് ചാൻസലറാണ്. അദ്ദേഹം കുട്ടികളോട് സംസാരിക്കുകയാണ്. ഒരല്പം സംഗീതരം കൃത്യമായിട്ട് തലയിലുള്ള ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ അത് എന്തോ ഒരു സമ്മാനമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്, അവാർഡ് കൊടുക്കാണ്ട് കുട്ടികളെ ക്ഷണിച്ചിട്ട് അവരുടെ മുമ്പിൽ പ്രസംഗിക്കുകയാണ്. മോഹൻ കുന്നുമ്മൽ പറയുന്നത് നിങ്ങൾ പാറ്റകളാവരുതെന്നാണ്. അങ്ങനെ പറയുന്നത് എല്ലാവർക്കും മനസ്സിലായിരിക്കും, ക്രൊക്കോച്ച് പാർട്ടി. ഇദ്ദേഹം പറയുന്നത് നിങ്ങൾ പാറ്റകളാവരുത്, നിങ്ങൾ സിംഹങ്ങളാവണം. സിംഹം ആരും ഇവിടെ എന്തോ ആവട്ടെ. ഇദ്ദേഹം പറയുന്നത് പാറ്റകൾ നിങ്ങൾ ആവരുത്, നിങ്ങൾ പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങിക്കണം, ഗംഭീരാണോ, ഒരിക്കലും ആയിട്ട് സമരം ചെയ്യാനൊന്നും പോവരുതെന്നാണ് ഈ മനുഷ്യൻ പറയുന്നത്. ഈ മനുഷ്യൻ അത്യാവശ്യം പ്രായമുണ്ട്. ഇദ്ദേഹം പഠിക്കുന്ന കാലം ഒന്നും പറയുന്നില്ല. എന്തായാലും നമുക്കിത് കേൾക്കാം. നാണം കെടുന്ന വീഡിയോ ആണ് കേട്ടോ, കണ്ടോളൂ. ഒരാളും മിണ്ടിയില്ല. പാറ്റകളല്ല എന്ന് ഉറപ്പുള്ളവരെന്ന് ഉറപ്പിച്ച് പറഞ്ഞേ എന്ന് പറഞ്ഞപ്പോൾ ഒരാളും മിണ്ടിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളായതിലൊരു സന്തോഷമൊക്കെ തോന്നിപ്പോയി. കാരണം മലയാളികൾക്ക് നല്ല ബോധവും വിവരം ഉണ്ടെന്നേ. അതായിരിക്കുന്ന കൊച്ചുങ്ങൾക്കുണ്ട് അത്യാവശ്യം നല്ല വിവരം. അതുകൊണ്ട് തന്നെ പാറ്റകളല്ല എന്ന് ഉറപ്പുള്ളവർ ഒന്ന് എന്താ പറയുക പറഞ്ഞേ, ഹായ് പറഞ്ഞേ എന്ന് പറഞ്ഞപ്പോൾ ഒരാളും മിണ്ടിയില്ല. ആരും മിണ്ടിയില്ല. പിന്നെ വീണ്ടും ആവർത്തിച്ചപ്പോൾ ഏതോ 1-2 എണ്ണം ഏറി വന്നൊരു 5 പേർക്കപ്പുറം ആളുകള് ഞങ്ങൾ പാറ്റകളല്ല എന്ന് പറഞ്ഞില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഞങ്ങൾ വേണ്ടി വന്നാൽ ഞങ്ങൾ പാറ്റകളാവും, വേണ്ടി വന്നാൽ ഞങ്ങൾ പാറ്റകളെ പോലെ സമരം ചെയ്യും, ഞങ്ങൾ ഒരു ഇടതുപക്ഷ മനസ്സുള്ള ആളുകളാണ് ഞങ്ങൾ എന്ന് പൊന്നു സാറേ നിങ്ങളൊന്ന് മനസ്സിലാക്ക് എന്ന് ആ കുട്ടികൾ പറയാതെ പറഞ്ഞു എന്നുള്ളതാണ്. കേട്ടോളൂ. മിണ്ടുന്നില്ല. ചിലപ്പോഴും പാറ്റയാണോ ആണോ? ആ മിടുക്കി പറഞ്ഞു. ബാക്കി എല്ലാരും കൂടെ ഉറച്ചു പറഞ്ഞു. എല്ലാരും കൂടെ ഒന്ന് പറഞ്ഞു അല്ല എന്ന്. പോരാ. അദ്ദേഹം നിർബന്ധിച്ച് പറഞ്ഞപ്പോൾ മാത്രമാണ് നാണം കെടുത്തണ്ട. ഇനിയിപ്പോ അങ്ങനെ ഉണ്ടല്ലോ, കുട്ടികളോട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് പറയൂ പറഞ്ഞു കഴിഞ്ഞാല് പോട്ടുപുല്ലി ഇങ്ങനെ പറഞ്ഞേക്കാം എന്ന രീതിയിൽ അങ്ങോട്ട് പറയും. അങ്ങനെ പറയിപ്പിച്ചു അദ്ദേഹം കുറച്ച് പിള്ളേരെ കൊണ്ട്. അതും അവർ ഉള്ളി തട്ടി പറഞ്ഞൊന്നല്ല. അവർക്ക് നല്ല ബോധ്യമുണ്ട് ഞങ്ങളൊക്കെ ചിലപ്പോൾ പാറ്റകളാകേണ്ടി വരും, ഈ ഭരണത്തിന് കീഴില് ഞങ്ങളൊക്കെ ചിലപ്പോൾ പാറ്റകളാകേണ്ടി വരും. കണ്ടോ, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ലേ, ഉന്മേഷമില്ലല്ലോ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, നിങ്ങൾ പാറ്റകളെല്ലാം ഒന്ന് ഉറച്ചു പറ. നിർബന്ധമാണ്, ഒരു സംഖ്യ നിർബന്ധമാണ്. നിങ്ങൾ ഈ രാജ്യത്തിന്റെ കരുത്തായ സിംഹങ്ങളാണ്, ദുർഗാദേവികളാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുർഗാദേവികളാണ്. അവിടുത്തെ കുറെ മുസ്ലിങ്ങളൊക്കെ ഇനി എന്താവുകയാണാവോ. പോകുന്ന നാളുകൾ മികവിൻ്റെതാണ്. നിങ്ങളെ ലോകത്തിന്റെ ഏറ്റവും മുന്നിൽ നിൽക്കും. അപ്പൊ അതിന് ചെയ്യാൻ ഉള്ള കാര്യം എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് പഠിക്കണം. ഏത് കോഴ്സ് പഠിക്കണമെന്ന് നിങ്ങളുടെ അയൽവാസി പറയും, അച്ഛൻ പറയും, ടീച്ചർ പറയും. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കോഴ്സ് ഏതാണ്, അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങൾക്ക് എന്തും പഠിക്കാനുള്ള അവസരം എല്ലാ യൂണിവേഴ്സിറ്റികളിലുമുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ യൂണിവേഴ്സിറ്റിയായ കേരള യൂണിവേഴ്സിറ്റിയിലുണ്ട്, ആരോഗ്യ സർവകലാശാലയിലുണ്ട്. പക്ഷേ എന്താവരുത്, പാറ്റകളാവരുത്. ഇതാണ് മോഹൻ കുന്നുമ്മൽ എന്ന് പറയുന്ന ഈ മനുഷ്യന്റെ, നമ്മുടെ VD സതീശൻ സർക്കാർ നിയമിച്ചതാണ്, ഹൈക്കോർട്ട്. ഇനി അതിനുശേഷം വന്ന നമ്മുടെ Dr. Mohanan was referring to some cockroaches. I don't know in what context he was referring. But am I all cockroaches? Cockroaches are very commonly found. പാറ്റകൾ എവിടെ നോക്കിയാലും കാണാം. സിംഹങ്ങൾ അങ്ങനെ റയറായിട്ടേ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ റയർ സിംഹങ്ങളാവണം. എൻ്റെ പൊന്നു സാറന്മാരെ, പാറ്റകളാവേണ്ടിടത്ത് മലയാളികൾ പാറ്റകളാവും. ആ പാറ്റകളെ കൊണ്ട് നിങ്ങൾക്ക് ശല്യമാവുന്ന വിധം ചിലപ്പോൾ ഇവന്മാർ ഈ പാറ്റകളൊക്കെ പ്രവർത്തിച്ചെന്ന് വരും. അങ്ങനെ ചിലപ്പോൾ പാറ്റകൾ വിജയം കൊയ്യും. അങ്ങനെ വിജയം കൊന്ന ചരിത്രം ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ, ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ സുഹൃത്തുക്കളെ, ബൈ.